ஸ்கோக் என் நெஞ்சில் குடியிருக்கும் എൻ നെഞ്ചിൽ കുടിയിരിക്കും. ഇന്ന് ഞാൻ വിറ്റ്നസ് ചെയ്തത്, പേഴ്സണലിയാണ് ഞാൻ പറയുന്നത്, ഞാൻ വിറ്റ്നസ് ചെയ്തത് ദളപതി വിജയുടെ ഇത്രയും സിനിമകൾ ഇത്രയും വർഷങ്ങളായിട്ട് തിയേറ്റേഴ്സിൽ FDFS കണ്ടുകൊണ്ടിരുന്ന ഞാൻ ഇതുപോലൊരു മാസ് സീൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ പോലും കണ്ടില്ല. ഞാൻ എത്ര വട്ടം റിപ്പീറ്റഡ്ലി ആ ഒരു സീൻ, ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഒരു സീൻ, അത് എക്സാക്ട്ലി ദ ബാഹുബലി 2 ഇന്റർവൽ സീൻ. അമരേന്ദ്ര ബാഹുബലി നേനു എന്ന് പ്രഭാസ് പറഞ്ഞിട്ടുള്ള ആ ഒരു സൈലൻസും ആ ഒരു പോസും അവിടെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഐക്കോണിക് ഇന്റർവൽ സീനാണ്. എല്ലാവരും കണ്ടതാണ് രാജമൗലിയുടെ. അതായത് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് നെവർ എവർ ഒരു വൺ മാൻ ഷോ ഡൗൺ, അൺപ്രസിഡന്റഡ്, അൺഇമാജിനബിൾ, അതായത് ആബ്സല്യൂട്ട് സിനിമ ഇൻ റിയൽ ലൈഫ് 100%. അതായത് വിജയ് എന്ന് പറയുന്ന ദളപതി വിജയ് എന്ന് പറയുന്ന ആക്ടർ വിജയ്, അദ്ദേഹത്തിന്റെ ഇൻസ്റ്റ നെയിം ആക്ടർ വിജയ് എന്നാണ്. അതായത് ഒരു സൂപ്പർ സ്റ്റാർ, ഒരു സിനിമാ നടൻ അദ്ദേഹത്തിന്റെ റിയൽ ലൈഫ് സിനിമയെ വെല്ലുന്ന രീതിയിൽ റിയാലിറ്റി ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാം, റിപ്പീറ്റ്ലി കണ്ട വീഡിയോ എന്താണ്? വീഡിയോ ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു വീഡിയോ. സി ജോസഫ് വിജയ് എന്നും ഞാൻ, അവിടെ അദ്ദേഹം പോസ് കൊടുക്കുന്നുണ്ടേ, അദ്ദേഹത്തിന് കറക്റ്റ് അറിയാം. അതായത് ഈ സിനിമയിൽ ഇത്രയും മാസ് സിനിമകൾ അഭിനയിച്ച ഒരാൾക്ക് എങ്ങനെ ക്യാമറയിൽ കൊടുക്കണം, എങ്ങനെ ക്രൗഡ് റെസ്പോണ്ട് ചെയ്യും, അത് എങ്ങനെ വിട്ടുപോകുന്നു കറക്റ്റ് അറിയാം. ദാറ്റ്സ് ദ ബ്രില്യൻസ് ഓഫ് ആൻ ആക്ടർ. സി ജോസഫ് വിജയ് എന്നും ഞാൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞേ. അമരേന്ദ്ര ബാഹുബലി നാൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത സാധനമല്ലേ, സെയിം സാധനം. ഹി ജസ്റ്റ് റീക്രിയേറ്റഡ് ദ ബാഹുബലി 2 ഇന്റർവൽ സീൻ. ആബ്സല്യൂട്ട്ലി. ഞാൻ ഒരു സത്യം പറയാം, എല്ലാവർക്കും അറിയുന്നതാണ്, നിങ്ങളിൽ പലരും, ഈ വീഡിയോ കാണുന്ന പലരും വിചാരിച്ചു കാണും വിജയ് ജയിക്കും, വിജയ് എവിടെ നിന്നാലും ജയിക്കും, തമിഴ്നാട്ടിൽ വേണം 1-2 പേരും കൂടെ ജയിക്കും, ബാക്കിയെല്ലാം അടപടലം. ഇവിടുത്തെ കൊടികുത്തി, എനിക്ക് പേഴ്സണലി അറിയുന്ന പല കൊടികുത്തിയ പൊളിറ്റിക്കൽ ഈ നിരീക്ഷകന്മാരും ഈ അനലിസ്റ്റുകളും ആൾക്കാരൊക്കെ പറഞ്ഞത് വിജയ് ഒരു പാർട്ടി തുടങ്ങി TVK, അത് വിജയ് ജയിക്കും, വിജയ് അത് ഒരു ഇതായി എന്നൊക്കെയാണ്. പക്ഷെ ഞാനും ഇദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളും, പിന്നെ അറിയാലോ നിങ്ങൾക്കുണ്ടായ പല ട്രാജിക് ഇൻസിഡൻസും കാര്യങ്ങളും, പിന്നെ തൃശ്ശയുടെ കേസും ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് ഞാനും പേഴ്സണലി വിചാരിച്ചത് ഇദ്ദേഹത്തിന് ഓളാണോ, എന്തിന്റെ വേദനയാണ്? അൽഫോൺസ് പുത്രൻ പറയാൻ പോലെ വിജയ്ക്ക് എന്തിന്റെ വേദനയാണ്? എൻ കരിയറിൻ ഉച്ചത്തിൽ ശരിക്കും ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? അതായത് എന്ത് കൊടുത്താലും, ആ ബ്രാൻഡ് എന്ത് കൊടുത്താലും ആൾക്കാർ എന്ത് ചെയ്യണം? റിസീവ് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യണം. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ബ്രാൻഡ് പറയുന്നത് ലാലേട്ടനാണ്. പക്ഷെ ലാലേട്ടൻ്റെ പൊട്ടപ്പണം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പട്ടി കുഞ്ഞും തിരിഞ്ഞു നോക്കൂല. ഇവിടെ പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ, മമ്മൂക്കുണ്ട്, ലാലേട്ടനുണ്ട്, പിന്നെ വേറെ കുറെ ആൾക്കാരുണ്ട്. എന്താ അതിന്റെ അവസ്ഥ ഇപ്പോഴത്തെ? വിജയ് അതല്ല. വിജയ് ഈസ് എ ബ്രാൻഡ്, ഈസ് ദ അൾട്ടിമേറ്റ് സൂപ്പർ സ്റ്റാർ. അതായത് ഏറ്റവും അഴുക്ക സിനിമ ഇദ്ദേഹത്തിന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും 200 CR, 300 CR, 400 CR നിങ്ങൾ എടുത്തു വയ്യോ? ഇദ്ദേഹത്തിന് അവസാനമായിട്ട് ഇറങ്ങിയ സിനിമ ഏതാ? ഗോട്ടല്ലേ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഒരു വാസ്തവം കൊള്ളാത്ത സിനിമയാണ്. തുപ്പാക്കി പിടിസുവ എന്നെല്ലാം പറഞ്ഞിട്ട്, പക്ഷെ അത് കളക്ട് ചെയ്ത് എത്രയാണ്? ഓക്കെ, വാരിസ് കളക്ട് ചെയ്ത് എത്രയാണ്? വാരിസൊക്കെ എന്ത് കൂതറ സിനിമയാ. അതായത് ഇദ്ദേഹം എന്ത് ചെയ്താലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് പീപ്പിൾ ഓഫ് തമിഴ്നാടു, ഈവൻ സം പീപ്പിൾ ഇൻ കേരള. ദാറ്റ്സ് എ ബ്രാൻഡ്, അഴിക്ക മുടിയാത്ത ബ്രാൻഡ്. അതാണ് ബ്രാൻഡ്. ഇവിടെ ലാലേട്ടൻ്റെ ഒരു സിനിമ, ഒരു കൂതറ സിനിമ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ
കോണ്ടന്റ് ഈസ് ദ കിങ് ഫോർ മലയാളീസ്. ഒരാളും തിരിഞ്ഞു നോക്കൂല. പക്ഷെ അതല്ല, അതാണ് ബ്രാൻഡ്. വിജയ് എന്ന് പറയുന്ന, ദളപതി വിജയ് എന്ന് പറയുന്ന ബ്രാൻഡ് എന്തിറക്കി വിട്ട് കഴിഞ്ഞാലും അതിന് മിനിമം ഗ്യാരണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ട്. അവിടെ നിന്നാണ് ഇദ്ദേഹം പറയുന്നത്, എൻ കരിയറിന് ഉച്ചത്തിൽ ഇതെല്ലാം വിട്ടിട്ട് 200 കോടിയൊക്കെ അദ്ദേഹം വാങ്ങിക്കുന്ന ഒരു സിനിമയ്ക്ക്, അവസാന സിനിമയ്ക്ക് ഉൾപ്പെടെ. അപ്പൊ അവിടെ നിന്നിട്ട് ഇതെല്ലാം വിട്ടിട്ട് ഞാൻ വരുവാണ്. ഈ പൊളിറ്റിക്സിലുള്ള ഒരു ഏജ് ഡിസ്പാരിറ്റി അല്ലെങ്കിൽ ഒരു ഏജിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, രാഹുൽ ഗാന്ധി യങ് പൊളിറ്റീഷ്യൻ, രാഹുൽ ഗാന്ധി 50+, വിജയ് 50+. പൊളിറ്റിക്സിലെല്ലാം ഭരണ കളവന്മാരായതുകൊണ്ട് എന്താണ്, അവിടെ ഒരു 50 ഉള്ള ആൾക്കാർക്ക് യങ്ങാ. നിങ്ങൾക്ക് വിജയ് യങ്ങാ. അപ്പൊ ഇത്രയും ഒരു യങ് ആയിട്ടുള്ള വിജയ്, ഞാൻ പറയുന്നത് ഈ പൊളിറ്റിക്കൽ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ, എനിക്ക് വിജയുടെ, ഞാൻ എത്ര വർഷമായിട്ട് വിജയ് സിനിമ കാണുന്ന ആളാ. ഞാൻ തിരുമല മുതൽ, അദ്ദേഹം അതിന് മുൻപുള്ള സിനിമ TV കണ്ടിട്ടുണ്ട്. തിരുമല മുതൽ, ആ സമയം മുതൽ സിനിമ കാണുന്ന ആളാ. ഡിഗ്രിക്ക് പഠിക്കുന്ന മുതൽ ഇദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും FDFS പോയി കാണുന്ന ഒരാളാണ് ഞാൻ. അവിടെ മുതലാണ് ഇദ്ദേഹം രക്ഷകൻ ഇമേജ് തുടങ്ങി. അതിനു മുമ്പ് റൊമാൻറ്റിക് ആയിരുന്നു. ഇപ്പം കുഷി അല്ലെങ്കിൽ പിന്നെ ഫാസിൽ ഡയറക്ടർ, അനിതിപ്പാണ് തമിഴ്, ആ സിനിമകൾ, അത് 90s ബിഗിനിങ്ങിലുള്ള സിനിമകൾ കഴിഞ്ഞ 2000-ലെത്തി. അതിനുശേഷമാണ് ഇദ്ദേഹം ക്ലീൻ ഷെയിം വന്നിട്ട് ഈ തിരുമല മുതൽ തിരുപ്പാച്ചി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പടങ്ങൾ ചെയ്ത് വന്നത്. അവിടെ മുതൽ പോക്കിരി വരെയുള്ള സിനിമകൾ, പോക്കിരി ആയിട്ട് പിന്നെ കുറെ സിനിമകൾ. അതിനിടയ്ക്ക് പുരിയിൽ വന്നിട്ട് ഭയങ്കര ഡൗൺഫോൾ ആയിപ്പോയി. പിന്നെ തുപ്പാക്കി വന്നു, ഇദ്ദേഹം വീണ്ടും ഇദ്ദേഹത്തിന് റിഡംഷൻ വന്നു. അതിനുശേഷം നമ്മൾ ഇത്രയും നാൾ കളിയാക്കിക്കൊണ്ടിരുന്ന ഈ രക്ഷകൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ദാറ്റ്സ് എ മോബ് സൈക്കോളജി, ദാറ്റ്സ് എ സോഷ്യൽ അൺകോൺഷ്യസ് ഓഫ് ദ പീപ്പിൾ ഓഫ് തമിഴ്നാടു. നമ്മൾ വിചാരിക്കൂലേ ചില സിനിമ കാണുമ്പോൾ, എന്തുകൊണ്ട് വിജയ്ക്ക് ഈ റോൾ എടുത്ത് ചെയ്തുകൂടായിരുന്നു, വിജയ് എന്തുകൊണ്ട് സ്ക്രിപ്റ്റ് എടുത്തില്ല? അതല്ല, ഇറ്റ് വാസ് ഓൾ പ്ലാൻഡ്. നമ്മൾ ദൃശ്യത്തിലൊക്കെ പറയും പോലെ ദൃശ്യമാണ് ഏറ്റവും വലുത്. ഒരു മനുഷ്യന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇംപ്രിന്റ് ആവുന്ന, അവൻ അത്രയും ഡയറക്റ്റ് ആയിട്ട് അവൻ ആക്സെപ്റ്റ് ചെയ്യുന്ന, അവൻ സബ് കോൺഷ്യസ്ലി അഡിക്റ്റ് ആവുന്ന ഒരു മോബ് സൈക്കോളജി, ഞാൻ പറയുന്നത് സോഷ്യൽ അൺകോൺഷ്യസ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ദൃശ്യമാണ്. ദൃശ്യം എന്ന് പറയുന്നത് എന്താണ്? വിഷ്വൽസ്, സിനിമ. നിരന്തരം ഇദ്ദേഹം രക്ഷിക്കുക. തലൈവ എന്ന് പറഞ്ഞ AL വിജയ് ഡയറക്ട് ചെയ്ത പടം ഞാൻ കണ്ട തിയേറ്ററിൽ. അതിൽ ഇദ്ദേഹത്തെ തലൈവനായിട്ട് അന്ന് തുടങ്ങിയത്. നിങ്ങൾ വിചാരിക്കുന്ന മെർസൽ മുതലൊന്നല്ല, അന്തക്കാലം മുതല് ഇദ്ദേഹം പണ്ട് ഭഗവതിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. ഈ ട്രിം ചെയ്ത വിജയ്ക്ക് ശേഷം വരുന്ന വിജയ് ചെയ്ത പടങ്ങൾ ആലോചിച്ചാൽ മതി. പോക്കിരിയാണ് ഇത് അൾട്ടിമേറ്റ് റിഡംഷൻ. പോക്കിരിക്കും ആദിക്കും ഇടയിൽ 1 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായി. ആദി തൃഷയുടെ കൂടെ ചെയ്ത പടമാണ്. തൃഷയെ കുറിച്ച് പിന്നെ പറയാം. അപ്പോൾ പോക്കിരി മുതൽ ഇങ്ങോട്ട് പിന്നെ എടുത്തുള്ള പടങ്ങൾ നല്ല അയച്ചു നോക്ക്. ഇപ്പൊ AR മുരുകദോസനിലെ പടങ്ങൾ തുപ്പാക്കി കഴിഞ്ഞാലും, പിന്നെ ഇന്നത്തെ രണ്ടാമത്തെ പടം ഉണ്ടല്ലോ, മെമ്മറി ലോസ്, കത്തി. അതിനിടയ്ക്ക് ഇപ്പം സർക്കാർ എന്ന് പറഞ്ഞ പടം AR മുരുകദോസ് ചെയ്തത്, അതിന്റെ എക്സാക്ട് അതല്ലേ ഇദ്ദേഹം റിയൽ ലൈഫിൽ കാണിച്ചെന്നേ. ഞാൻ പറയാം, അൺഡൗട്ടഡ്ലി, ഈവൺ ഇൻ മൈ ഡ്രീംസ് ഞാൻ വിചാരിച്ചിട്ടില്ല ഇദ്ദേഹത്തിന്റെ പാർട്ടി TVK ഭൂരിപക്ഷം നേടി. ഓക്കെ, ഓഫ് കോഴ്സ് കോൺഗ്രസിന് സപ്പോർട്ടുണ്ട്, CPM സപ്പോർട്ടുണ്ട്, കുറച്ച് ഒരു മാർജിനൽ ഇതേ ഉള്ളൂ, കുറച്ച് സീറ്റ്സിന്റെ കുറവേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിച്ച് വിജയ് ജയിക്കും. ഓക്കെ, ബാക്കി എത്രയും MLA-മാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. UDF LDF മാറി ഇത്രയും വർഷമായിട്ട്, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ് മുതൽ ഇത്രയും വർഷമായിട്ട് മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നാളെ മമ്മൂക്കയോ ലാലേട്ടനോ സുരേഷ് ഗോപി, ദിലീപോ, ആരെയും പോട്ടെ, ആരെങ്കിലും നിന്ന് ജയിച്ചിട്ട് ഒരു പാർട്ടി രൂപീകരിച്ചിട്ട് പുള്ളി നിർദ്ദേശിച്ച ആൾക്കാരെ കാൻഡിഡേറ്റ്സ് ആക്കി വെച്ചിട്ട് CM ആവും നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷെ ഇവിടെ ഇനി നാളെ നടക്കാൻ പോകുന്നില്ല. ദാറ്റ്സ് എ കൾച്ചറൽ ഡിഫറൻസ്, കൾച്ചറൽ ഡിസ്പാരിറ്റി. തമിഴ് കൾച്ചറും നമ്മുടെ കൾച്ചറും ഭയങ്കര വ്യത്യാസമുണ്ട്. അത് പണ്ട് പ്രേംനസീറിനെ തോൽപ്പിച്ച മുതൽ നമുക്ക് അറിയുന്ന കാര്യം. പക്ഷെ ഞാനതല്ലേ പറയുന്നത്, ഞാൻ ഇദ്ദേഹത്തിന്റെ സ്പീച്ചസ് നിരന്തരം കേൾക്കാറുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു ഇവല്യൂഷൻ ഉണ്ടല്ലോ. ഇദ്ദേഹം കൈൻഡ് ഓഫ് ആംബിവേർട്ട് ഇൻട്രോവേർട്ട് ഗൈയ. ഇദ്ദേഹം പണ്ടൊക്കെ തീരെ സംസാരിക്കില്ലായിരുന്നു. ഒരു മെർസൽ മുതൽ അതിന് ശേഷമാണ് ഇദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. പിന്നെ ഇദ്ദേഹത്തിന് ഓഡിയോ ലോഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ സ്പീച്ച്. കപ്പ് മുഖ്യം ബിഗിലേ
കപ്പ് മുഖ്യം എന്ന് ഇദ്ദേഹം റിപ്പീറ്റ്ലി പറയുന്നുണ്ട്. അപ്പൊ അത് അദ്ദേഹം കൊണ്ടുവന്നൊരു ഇവല്യൂഷൻ, ഇദ്ദേഹത്തിന്റെ പ്ലാനിങ് എന്ന് പറയുന്നത് ഓരോ സിനിമയിലും രക്ഷകനായി വന്നിട്ട് ഈ തമിഴ് പീപ്പിളിന് ഈ ഒരു റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫിനിടയിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗൾഫ് ഉണ്ടല്ലോ, അത് ഇവർക്ക് ഭയങ്കര നേരോ, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ. അതുകൊണ്ടല്ലേ MGR മുഖ്യമന്ത്രിയായത്, അതുകൊണ്ടല്ലേ ജയലളിത മുഖ്യമന്ത്രിയായത്, അതുകൊണ്ടല്ലേ തമിഴ്നാട് രാഷ്ട്രീയം അങ്ങനെയായത്. DMK ADMK ദ്രാവിഡ മുന്നേറ്റ കഴകം നമ്മളെ സ്റ്റാലിൻ്റെ, ഇപ്പതാ മറ്റേ സ്റ്റാലിൻ്റെ മോൻ ആണ് അടുത്ത പ്രതിപക്ഷ നേതാവ്. അപ്പൊ പക്ക സിനിമാറ്റിക് സ്ഥാനം വിജയ് CM, സ്റ്റാലിൻ്റെ മോൻ ഉദയനിധി സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവ്. ഓൾ ഇന്ത്യ അണ്ണ ദ്രാവിഡ മുന്നേറ്റ കഴകം ADMK. അപ്പൊ ഇവര് മാറി അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഇവിടെ ഒരു സുപ്രഭാതത്തിൽ 2 വർഷം കൊണ്ട് പാർട്ടി ഉണ്ടാക്കി ലാലേട്ടൻ CM ആവും. ഇമ്പോസിബിൾ ഇൻ കേരള, ഇൻ അവർ സോയിൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. പക്ഷെ തമിഴ്നാട്ടിൽ നടക്കും എന്ന് വിജയ് കാണിച്ചു തന്നു. അതിന് വിജയ് ചെയ്ത പ്രിപ്പറേഷൻസ് അത് ഞാൻ പറയില്ലേ, പക്ക ദൃശ്യമാണ്. ഇദ്ദേഹം ഇന്നും തന്നെ തുടങ്ങിയല്ല. ഞാൻ പറയില്ലേ, തിരുമല മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇദ്ദേഹം രക്ഷകനെ നമ്മൾ കളിയാക്കിക്കൊണ്ടിരുന്ന, അവിടെ നിന്ന് മീംസ് ഇറക്കിക്കൊണ്ടിരുന്ന ഇദ്ദേഹം രക്ഷകനാണ്, എല്ലാ പടത്തിലും രക്ഷകനാണ്. പക്ഷെ നമുക്കിത് കളിയാക്കാനുള്ള സാധനമായിരുന്നെങ്കിലും ഈ മോബ് സൈക്കോളജി ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും അവിടെ അതിൻ്റെ ഒരു സോഷ്യൽ ഒരു പൊളിറ്റിക്കൽ അൺകോൺഷ്യസ് വർക്കായി. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് CM ആയിട്ടിരിക്കുന്നത്. സി ജോസഫ് വിജയ് എന്നും ഇദ്ദേഹം പറയും, എനിക്കിതാ സ്റ്റിൽ രോമാഞ്ചം. ഞാൻ ഇദ്ദേഹത്തിന്റെ സിനിമ, ഞാൻ സ്ക്രിപ്റ്റ് അത്രയും കിട്ടുന്ന സ്ക്രിപ്റ്റ്, അത്രയും ഡയറക്ഷനുള്ള സിനിമ കാണുമ്പോൾ എനിക്ക് രോമാഞ്ചം വരുള്ളൂ. പക്ഷെ ഇൻ റിയൽ ലൈഫ് ഇത്രയും സിനിമ ചെയ്തതിലപ്പുറം, ദിസ് ഈസ് അൺപ്രസിഡന്റഡ്. ഐ റിപ്പീറ്റ്, ദിസ് അൺപ്രസിഡന്റഡ്. ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നല്ല, ലോക പൊളിറ്റിക്സിലും ഒരു സിംഗിൾ മാൻ വൺ ഹാൻഡിൽ ഇത്രയും ഒരു ഷോ ഡൗൺ കാണിച്ചിട്ടില്ല. ഇനി കാണിക്കുമെന്ന് പോലും സംശയമാണ്. അത് എവിടെന്നാ വരുന്നത്? രജനിയുടെ തമിഴ്നാട്ടില്, കമലിന്റെ തമിഴ്നാട്ടില്, വിജയകാന്ത് ഉണ്ടായിരുന്നു തമിഴ്നാട്ടില്. ഓക്കെ, ഓഫ് കോഴ്സ് MGRും ജയലളിത ഉണ്ടായിരുന്നു. ജയലളിതയെ കുറിച്ച് പറയുന്ന സമയത്ത് ജയ TVയുടെ പണ്ടൊരു അവാർഡ് ഷോനകത്ത് വിജയ്ക്ക് ഇരിപ്പിടം കൊടുത്ത എവിടെയാ അറിയോ? പുറകില്, എത്രയോ പുറകില്. വിക്രം അന്ന് പോയി കൂട്ടിരുന്ന്. ആ മനുഷ്യൻ ഇന്ന് തമിഴ്നാട് CM ഓഫ് തമിഴ്നാടോ അല്ലേ? ദ റിയൽ ലൈഫ് മാസ്. എനിക്ക് വിജയ് സിനിമ, ഞാൻ എല്ലാ സിനിമയും മെറിറ്റ് നോക്കിയിട്ട് ഞാൻ വിമർശിക്കുന്നത്. എനിക്ക് ലിയോ ഫസ്റ്റ് ഹാഫ് ഇസ് മൈ ഓൾ ടൈം ഫേവറേറ്റ് ഓഫ് വിജയ്. ക്യാരക്ടർ പാർത്ഥിവൻ ഇസ് മൈ ഓൾ ടൈം ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ഓഫ് വിജയ്. ഓക്കെ, എൻ്റെ സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടമല്ല, ക്ലൈമാക്സ് ഓക്കെയാണ്. പക്ഷെ അതൊന്നുമല്ല, എനിക്ക് ഗോട്ട് കൂതറപ്പടം, അതിൽ മേക്കപ്പ് വരെ കൂതറയാണ്. പക്ഷെ ഗോട്ടിൽ വിജയ് എഴുതി കാണുന്ന സാധനമുണ്ട്, CM 07 2026. മനസ്സിലായോ? ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടു 2026 കാറിൽ, ഫ്രോങ്സ കാറ്, അതുവരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം എഴുതി കാണിച്ച്, അദ്ദേഹം തുപ്പാക്കി ശിവകാർത്തികന് കൊടുക്കുകയാണ്. നീ എന്തോ കാണിച്ചു, ഇനി ആ സിനിമയിലില്ല. കരിയറിൻ ഉച്ചത്തിൽ പുള്ളി നിർത്തിപ്പോയി. ഇതില് കുറച്ചൊരു ക്യാരക്ടർ സ്റ്റഡിയും ഒരു മനുഷ്യന്റെ എവല്യൂഷനും കോൺഫിഡൻസും ഫോക്കസും അതിനുള്ള ഡിസിപ്ലിനും ഹാർഡ് വർക്കും പ്രിപ്പറേഷൻസും ഇതിന്റെ ഹാർഡ് വർക്കിംഗ് ഡിറ്റർമിനിങ് റെസല്യൂഷൻസ് എല്ലാം നോക്കുവാണെങ്കിൽ വിജയ് ഈസ് എ ടെക്സ്റ്റ് ബുക്ക്. ഞാൻ അദ്ദേഹത്തിന്റെ അഭിനയമല്ലേ പറഞ്ഞത്. എനിക്ക് വിജയുടെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ സൂപ്പർ സ്റ്റാർ. വന്യായ സ്വാഗ്, സ്ക്രീൻ പ്രസൻസ്, ദ ബെസ്റ്റ് ഡാൻസർ. എനിക്ക് സൗത്ത് ഇന്ത്യയിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡാൻസർ വിജയാണ്. ഇവിടെ പ്രഭുദേവ ഉണ്ട്, മൈക്കിൾ ജാക്സൺ, ഇന്ത്യൻ മൈക്കിൾ ജാക്സൺ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് പ്രഭുദേവ. എനിക്ക് പ്രഭുദേവങ്ങൾ ഇഷ്ടം ലോറൻസിന്, മനസ്സിലായില്ലേ? അതെൻ്റെ പേഴ്സണൽ കാര്യം. പിന്നെ അല്ലു അർജുനുണ്ട്, ജൂനിയർ NTR ഉണ്ട്, രാം ചരനുണ്ട്, പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ വിജയുണ്ട്. എനിക്ക് വളരെ, ഞാൻ ഹൃത്തിക് റോഷൻ കഴിഞ്ഞാൽ, നോർത്ത് ഞാൻ പറയത്തുകൊണ്ട് ഹൃത്തിക് റോഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഗ്രേസ്ഫുള്ളി, ഫ്ലെക്സിബിളി, നാച്ചുറലി, എഫേർട്ട്ലെസ്ലി ഡാൻസ് കളിക്കുന്ന വിജയം. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്സ്, ഞാൻ സുറ എന്ന് പറഞ്ഞ പടം തിരുവനന്തപുരം, ഇപ്പോഴത്തെ ഏരീസ് ഫ്ലെക്സ്, അന്ന് ഏരീസ് ഫ്ലെക്സ് അല്ല,
അവിടെ പോയിട്ട് വാഴക്കൊലയും ഒക്കെ എടുത്തുകൊണ്ട് നടക്കുന്ന ആളുകളുടെ ഇടയിൽ കൂടുതൽ കണ്ട സിനിമയാണ് സുറ. അതിൽ സോങ്സ് എന്താണ്, എത്ര സോങ്സ് അതിനകത്ത്. അതായത് വിജയ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോങ്സ് എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടീടാ. വിജയ് പടത്തിലെ സോങ്സ് ഗ്യാരണ്ടീടാ, ഡാൻസ് കൊറിയോഗ്രാഫി ഗ്യാരണ്ടീടാ. പടം പൊട്ടയായിരിക്കാം, അല്ലായിരിക്കാം, പക്ഷെ ഗ്യാരണ്ടീടാ. ഇനി ആ സംഭവം ഇല്ല എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. എനിക്ക് അവസാനമായിട്ട് എനിക്ക് ലിയോ ആണ് അവസാനമായിട്ട്. ലിയോ ഫസ്റ്റ് ഹാഫ്, കാരണം ഞാൻ റിവ്യൂ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾ അത് എന്നെ പറയാൻ വരും, നീയല്ലോ പണ്ട് ലിയോ മറ്റേ നെഗറ്റീവ്. അതല്ല, ലിയോ ഫസ്റ്റ് ഹാഫ് പാർത്ഥിപൻ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് ലിയോയുടെ ഫ്ലാഷ് ബാക്ക് മാത്രം. ക്ലൈമാക്സും ഞാൻ റിപ്പീറ്റഡ്ലി കാണുന്നു. പിന്നെ അറിയാലോ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് പൊട്ടപ്പടം. പിന്നെ അതിന്റെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ വാരിസ്, ബീസ്റ്റ്. പക്ഷെ എന്നാൽ ആലോചിച്ച് നോക്കിയേ, അത് ഒരാൾ എന്ത് തന്നാലും നമ്മൾ സ്വീകരിക്കുന്നു ഒരു ജനതയ്ക്ക് തോന്നണമെങ്കിലോ ആരായിരിക്കും അയാൾ? ഇസ് ഹി ഹ്യൂമൻ? ഇസ് ഹി ഏലിയൻ? ആരാണ് അയാള്? അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു. ഇന്ന് ഞാൻ ഇത് കണ്ടത് എൻ നെഞ്ചിൽ കുടിയിരിക്കും എൻ നൻപാ നൻപി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിപ്പം വിജയ് ജയിക്കും, 1-2 ആൾക്കാരും ജയിക്കുമായിരിക്കും എന്ന് പറയുന്ന അപ്പുറത്ത് വിജയുടെ സ്പീച്ച് ഉണ്ട്. എല്ലാ സ്പീച്ചും കേട്ടോ. അതിൽ വിജയ് ഈ വേട്പാളർ, അതായത് കാൻഡിഡേറ്റ്സിനെ പറയുന്ന സാധനമുണ്ട്. അപ്പൊ അതിൽ ഈ വേട്പാളറെ വിജയ് പ്രഖ്യാപിക്കാൻ പോവാ. അപ്പം ഇദ്ദേഹം പറയുവാണേ, ഇത് സ്പീച്ചാണ്, നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. അപ്പൊ ഇദ്ദേഹം പറയാണ്, മധുരൈ കിഴക്ക് വേട്പാളർ വിജയ്, മധുരൈ മധ്യ വേട്പാളർ വിജയ്, മധുരൈ വടക്ക് വേട്പാളർ വിജയ്, മേലൂർ വിജയ്, ഉസലാംപേട്ടി വിജയ്. ഇങ്ങനെ പറഞ്ഞു പോവാ. എന്നിട്ട് ലാസ്റ്റ് അദ്ദേഹം പറയാണ്, എന്റെ ഫേസ്, ഞാനാണ് TVK, ഞാനാണ് വിജയ്. അതിനപ്പുറത്തേവരാണ് പറഞ്ഞ്, നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരാൾക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതായത് ഇതിൽ ഏറ്റവും വലിയ വേറെ ഫാക്ടർ കൂടെ ഉണ്ട്, ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ. അതായത് പിന്നെ ഇദ്ദേഹത്തിന്റെ ചിഹ്നം എന്താ? ബിഗിൽ. ഞാൻ പറഞ്ഞേ, കപ്പ് മുഖ്യം ബിഗിലേ, അന്നേ അദ്ദേഹം ഇത് മനസ്സിൽ വെച്ചിട്ടാ. ഇപ്പം DMKന്റെ മറ്റേ ചുവന്ന സൂര്യനും മറ്റേ ഇത് കൊടിയും മറ്റേ മലയും ഒക്കെ തന്നെ ADMKന്റെ 2 അതുപോലെ ഇവര് ആൾക്കാരെ കുത്തിയത് ബിഗിൽ നോക്കിയിട്ടാ. മനസ്സിലായോ? ബിഗിൽ ഈസ് വിജയ്. അത് ഓൾറെഡി മറ്റേ ഇതിനകത്ത് പിന്നെ കപ്പ് മുഖ്യം ബിഗിൽ എന്ന് പറഞ്ഞ സിനിമേന്റെ അകത്ത് ഓൾറെഡി ആരിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എവറിത്തിങ് ഈസ് കണക്റ്റഡ്, ഇറ്റ്സ് ഓൾ ബട്ടർഫ്ലൈ എഫക്ട്സ്. ഇതൊന്നും ചില്ലറ പരിപാടി, ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി സംതിങ് എൽസ്. ദിസ് ഈസ് ദ അൺപ്രസിഡന്റഡ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വിചാരിക്കുമ്പോൾ പരിപാടിയൊന്നുമല്ല, പക്ഷേ ഹി ഡിസേർവ്സ് ഇറ്റ്. ജോസഫ് വിജയ്, ദളപതി വിജയ്. അപ്പം ബിഗിൽ നോക്കിയാ കുത്തിയത്. ബിഗിൽ എന്താണ്? വിജയാണ് ബിഗിൽ. കപ്പ് മുഖ്യം ബിഗിലേ. അപ്പം ആരും നിങ്ങൾക്കറിയാലോ, ഈ വോട്ടിംഗ് മെഷീനിൽ കാണുന്ന എന്താണ്, പേര് നോക്കേണ്ട ആവശ്യമില്ല, ചിഹ്നം നോക്കുക. ബിഗിലിനെ കുത്തി. പിന്നെ നിങ്ങളൊരു വീഡിയോ, എനിക്ക് ഗൂസ്ബം ഉണ്ടായിട്ടുള്ള വീഡിയോ, എത്ര NRIs, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, UK, മെക്സിക്കോ, പിന്നെ സ്കാൻഡിനേവിയൻ കൺട്രീസ്, ഇവിടെ നിന്നെല്ലാം പിന്നെ മിഡിൽ ഈസ്റ്റ് കൺട്രീസ്, എല്ലാവരും എത്ര 45,000, 60,000, 1.5 ലക്ഷം, 2 ലക്ഷം ഒക്കെ ടിക്കറ്റ്സ് എടുത്തിട്ടാണ് ഏതോ ഒരു പിന്നെ മറ്റേ ഇതില് ഒരു വോട്ടിനും കണ്ട തോറ്റത് DMKയുടെ സ്ഥാനാർത്ഥി. ഒരു ചങ്ങായി ഒമാനിൽ നിന്ന് വന്ന് വോട്ട് ചെയ്തിട്ട് പോയതാ. അപ്പൊ ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഒരാൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് മിയർ, ഞാൻ പറഞ്ഞ ഇറ്റ്സ് നോട്ട് മിയർ മോബ് സൈക്കോളജി, നോട്ട് മിയർ സോഷ്യൽ അൺകോൺഷ്യസ് ഓർ പൊളിറ്റിക്കൽ അൺകോൺഷ്യസ്, ഒന്നുമല്ല. വിജയ് എന്ന് പറഞ്ഞ ഒരു വികാരം ആളുകളുടെ ഇടയിൽ ഭീകരമായിട്ട് ഇൻഡപ്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന വിചാരിക്കുന്നു. ഞാൻ കുറെ സംസാരിച്ചു കഴിഞ്ഞാൽ കുറെ ഇങ്ങനെ വീഡിയോ നീണ്ടുപോകും. അത്രയും ലോങ്ങസ്റ്റ് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. 30 മിനിറ്റ് 40 മിനിറ്റ് വീഡിയോ ചെയ്യുന്ന ആളല്ല ഞാൻ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി
അടുത്ത 5 വർഷം വിജയ് എന്ത് ചെയ്യുന്നുള്ളതാണ്. തമിഴ്നാട് പൊളിറ്റിക്സിൽ ബീങ് ദ CM ഓഫ് തമിഴ്നാടു, അദ്ദേഹത്തിന്റെ സംസാരം, കാരണം അദ്ദേഹം ഇന്ന് വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമുണ്ട്, ജനങ്ങളുടെ പൈസ എനിക്ക് ആവശ്യമില്ല. അദ്ദേഹം 400 കോടി ആസ്തിയുള്ള മനുഷ്യനാണ്. ഒരു പടത്തിൽ അഭിനയിച്ച് 200 കോടി വാങ്ങുന്ന മനുഷ്യനാ. ജനങ്ങളെ പിച്ചച്ചട്ടിയിൽ കയറ്റ് വരെ നക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ആവശ്യമില്ല. ഡസൻ ഈവൻ കെയർ. അപ്പൊ അദ്ദേഹം പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഇനി ഇപ്പം TVക്ക് അധികാരത്തിൽ വന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് കാണിച്ചു കളയാൻ ഉപിച്ചു കളയാൻ തോന്നുന്നത് അതും സമ്മതിക്കൂല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അടുത്ത 5 വർഷം അദ്ദേഹം അത് സ്ട്രിക്ട്ലി കീപ്പ് ചെയ്ത്, പിന്നെ അദ്ദേഹത്തിന്റെ MLA-മാരിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഹൈലി എഡ്യൂക്കേറ്റഡ്. അതിൽ PhD ഹോൾഡേഴ്സ് ഉണ്ട്, PG ഹോൾഡേഴ്സ് ഉണ്ട്, പിന്നെ എൻജിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ മറ്റേ മാർക്കറ്റിംഗ് പഠിച്ച ആൾക്കാരുണ്ട്, ഈവൻ ജസ്റ്റ് 10th പാസ് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ 8th പാസ് ആൾക്കാരുണ്ട്. പക്ഷെ ദേ ആർ വെരി ലെസ്. ഇങ്ങനെ ഒരു അത്രയും ബോധമുള്ള ഒരു, അതായത് എഡ്യൂക്കേഷൻ ഒരു പവറുള്ളൂ, എഡ്യൂക്കേഷൻ ഇസ് ദ പവർ എന്നാണല്ലോ. അപ്പൊ അതിന്റെ ആൾക്കാരുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് വിജയ് എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളതാണ് അടുത്ത 5 വർഷം തമിഴ്നാട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ അദ്ദേഹം സക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ തളപതി വിജയ് വേറെ ലെവലായിരിക്കും, CM ഓഫ് തമിഴ്നാട്. ഞാൻ ഇദ്ദേഹത്തിന്റെ സിനിമ കണ്ട് ഞാൻ ഊക്കി വിട്ടിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. ബട്ട് ഇൻ റിയൽ ലൈഫ്, അതായത് ചലഞ്ചസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന് എല്ലാം ത്യജിച്ച് ഭയമില്ലാതെ ഒറ്റ മൈലിൽ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എന്ത് ചെയ്യാൻ പറ്റുന്ന കാണിച്ചെന്ന മനുഷ്യനാണ്. ആബ്സല്യൂട്ട് ലെജൻഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്. വിജയുടെ നെയിം സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെടും. കാരണം എന്താ പറയാ, has come from out of nowhere. ഒരു സിനിമ നടന്നുള്ള നിലയ്ക്കല്ല ഞാൻ പറയുന്നത്. CM ഓഫ് തമിഴ്നാടു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ LDF UDF മാറി ഭരിച്ചുകൊണ്ടിരുന്ന ഇവിടെ നാളെ ലാലേട്ടന് പാർട്ടി ഉണ്ടാക്കുന്നു, ലാലേട്ടൻ CM ആവുന്നു. ഇവിടെ നടക്കൂല, പക്ഷെ തമിഴ്നാട്ടിൽ നടന്നു. അത് ഞാൻ ഒരിക്കലും കുറ്റമായിട്ട് പറയുന്നില്ല. പക്ഷെ അതിൽ വിജയുടെ വിഷൻ, അദ്ദേഹം ചെയ്ത സിനിമകൾ, നമ്മൾ അന്ന് രക്ഷകൻ എന്ന് പറഞ്ഞ് കളിയാക്കി ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. പക്ഷെ അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്താ, ഇതിന്റെ ഇമ്പാക്ട് എന്താ? എടോ, ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കാണിച്ചെന്നേ. ഒരാൾ പറഞ്ഞ കാര്യം, പ്രസംഗിച്ച കാര്യം ചെയ്തു കാണിച്ച്, അയാളല്ലേ ഹീറോ. ഈസ് എ സൂപ്പർ ഹീറോ. അപ്പൊ അടുത്ത 5 വർഷം എന്തായാലും നമുക്ക് നോക്കാം. അത് വിജയ് സിനിമയിൽ പറയുന്ന ഡയലോഗ്സ് പോലെ സെഞ്ചിടുക, അറിഞ്ഞ് പണിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എത്തിക്സും, അദ്ദേഹത്തിന്റെ മൊറാലിറ്റി, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ വിഷനും, അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ സമീപനവും എല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഇതിനിടയ്ക്കുള്ള സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എത്രയോ വർഷമായിട്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന മുതലാണ് ഇദ്ദേഹം ഈ പറഞ്ഞ സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റിങ് ആയിരുന്നു. ഗോട്ടായി കഴിഞ്ഞാലും, വാരിസായി കഴിഞ്ഞാലും, ബീസ്റ്റായി കഴിഞ്ഞാലും എനിക്ക് ലിയോ മാത്രമാണ് കുറച്ചിങ്ങനെ കണക്ട് ആയത്. അവസാനമായിട്ട് എൻജോയ് ചെയ്ത പടം എന്ന് പറയുന്നത് അതിന് മുമ്പുള്ള സിനിമയാണ്. അപ്പോൾ ഇനി എനിക്ക് ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, അതായത് LCU ലോകേഷിന്റെ പടത്തിൽ അണ്ണൻ വരണം, ലിയോദാസ് വരണം, അല്ലെങ്കിൽ പാർത്ഥിവൻ വരണം, സൂര്യയുടെ ക്യാരക്ടർ വരണം. ഇതെല്ലാം കൂടെ ഒരു അൾട്ടിമേറ്റ് പരിപാടി, ഒരു മറ്റേ എൻഡ് ഗെയിമൊക്കെ പോലെ. പക്ഷെ അന്ന് നടക്കും തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഐ എം സോ പ്രൗഡ്. കാരണം നമ്മൾ ഇത്രയും സിനിമ കണ്ടിട്ട് നമ്മൾ വളർന്നു വന്നൊരു മനുഷ്യൻ, സിനിമയിൽ കൂടുതൽ ഇത്രയും ഹീറോയിസം കാണിച്ച മനുഷ്യൻ റിയൽ ലൈഫിലും എനിക്കിത് കാണിക്കാൻ പറ്റുന്ന പ്രൂവ് ചെയ്ത്, ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് ഷോഡൗൺ. ഇത് ചില്ലറ കാര്യമില്ല മക്കളെ. വിശ്വസിക്കാൻ പറ്റില്ല. CM ഓഫ് തമിഴ്നാടു, C. ജോസഫ് വിജയ്. ഇറ്റ്സ് റിയാലിറ്റി. മ്യൂസിക് പോഡ്രാ, ബാഹുബലിയിലെ മറ്റേ സാധനം. അമരേന്ദ്ര ബാഹുബലി यानी मैं. C. ജോസഫ് വിജയനും ഞാൻ.